ആലപ്പുഴ വാടക്കൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിൻ്റേത് കൊലപാതകമെന്ന് സ്ഥിരീകരണം. സംഭവത്തിൽ പ്രതി കിരൺ കസ്റ്റഡിയിലായി. കല്ലുപുറയ്ക്കൽ ദിനേശിനെയാണ് ഒഴിഞ്ഞപറമ്പിൽ ശനിയാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, അസ്വാഭാവിക മരണമെന്ന് കരുതിയിരുന്ന ഒരു സംഭവമാണ്, ഒരു ഗൃഹനാഥന്റെ മരണമാണ് ഇപ്പോൾ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നത്. ആലപ്പുഴ വാടക്കൽ സ്വദേശി ദിനേശിനെയാണ് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഒഴിഞ്ഞ പറമ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വൈദ്യുതി ആഘാതമേറ്റ് ദിനേശൻ മരിച്ചു എന്നാണ് കരുതിയത്. അസ്വാഭാവിക മരണത്തിന് അമ്പലപ്പുഴ പോലീസ് കേസെടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ദിനേശനുമായി ഏതെങ്കിലും തരത്തിൽ വൈരാഗ്യമുള്ള ആളുകളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന ആളുകളിലേക്ക് അന്വേഷണം എത്തിയതോടുകൂടിയാണ് കിരൺ എന്ന് പറയുന്ന ദിനേശന്റെ അയൽവാസിയിലേക്ക് അന്വേഷണം എത്തുകയും കിരണിനെ ചോദ്യം ചെയ്തപ്പോൾ ദിനേശനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതായും ദിനേശനെ കൊലപ്പെടുത്തിയതായും പ്രതി കിരൺ സമ്മതിച്ചത്. ഇപ്പോൾ കിരണുമായി പ്രകാശിന്റെയും ഒപ്പം തന്നെ കിരണിന്റെയും വീടുകളിലും ആ പരിസരത്തും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. പ്രകാശനും കിരണും അയൽവാസികളാണ്. പോലീസ് പറയുന്നതനുസരിച്ച് ഒരു സംശയം, അതായത് കിരണിന്റെ അമ്മയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ദിനേശന് ഉണ്ടോ എന്ന ഒരു സംശയമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് പ്രതി കിരണിനെ എത്തിച്ചത്. ആ ഒരു സംശയം തന്നെയാണ് ഇയാളെ വൈദ്യുതി കമ്പി കൊണ്ടുപോയി വീടിന്റെ ജനലിനോട് ചേർന്നുള്ള ഭാഗത്ത് ഘടിപ്പിച്ച് അവിടെ ദിനേശൻ പിടിക്കുന്ന രീതിയിൽ ഈ വൈദ്യുതി കമ്പി അവിടെ ഉറപ്പിച്ചു വെക്കുകയും അതിൽ നിന്നും ഷോക്കേറ്റ് ദിനേശൻ മരിക്കുകയുമായിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് അമ്പലപ്പുഴ പോലീസ് കേസെടുത്തിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒഴിഞ്ഞ പറമ്പിൽ, അതായത് ഈ ജനലിനോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്ത് ഒഴിഞ്ഞ പറമ്പിൽ രണ്ട് വീടുകൾ, ദിനേശന്റെയും ഒപ്പം തന്നെ കിരണിന്റെയും വീടുകൾ അടുത്തടുത്താണ്. ഒഴിഞ്ഞ പറമ്പിൽ ഒരു ചതുപ്പ് പോലത്തെ സ്ഥലമാണ്. അവിടെയാണ് ദിനേശിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണം എന്ന് കരുതി തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോയത്. പിന്നീട് ഈ മരണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും ഒപ്പം തന്നെ ദിനേശനുമായി ഏതെങ്കിലും തരത്തിൽ മറ്റു പണമിടപാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശത്രുതയോ ഉള്ള ആളുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം പ്രതി കിരണിലേക്ക് എത്തിയത്. കിരണിന്റെ അമ്മയുമായി പ്രകാശിന് ബന്ധമുണ്ടോ എന്ന ഒരു സംശയമാണ് പ്രതിയായ കിരണിനെ ഈ ഒരു കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ പ്രകാശന്റെ ഏതെങ്കിലും വസ്തുക്കൾ, മൊബൈൽ ഫോണോ അങ്ങനെയുള്ള ഏതെങ്കിലും വസ്തുക്കൾ അവിടുന്ന് എവിടുന്നെങ്കിലും കിട്ടുമോ എന്ന് അറിയാനുള്ള തെളിവെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത്. കിരണിന്റെ വീട്ടിൽ ആദ്യം എത്തിച്ച് കിരണിനെ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം പ്രകാശിന്റെ വീട്ടിലും ആ ഒരു പരിസരത്തും ഇവരുടെ രണ്ടുപേരുടെയും വീടുകൾ ഒരേ പറമ്പിൽ തന്നെയാണ് ഉള്ളത്. ആ ഭാഗങ്ങളിലൊക്കെ എത്തിച്ച് പ്രതി കിരണുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. അതിനിടെ ഈ പരിസരവാസികളായ ആളുകൾ കിരണിനോട് തട്ടിക്കയറുകയും കിരണിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങളെത്തി. ദിനേശൻ ഒരു ആളുകൾക്കിടയിൽ വലിയ ഒരു മതിപ്പൊക്കെയുള്ള ആളായിരുന്നു ദിനേശൻ. ആരുമായും വലിയ തർക്കങ്ങൾക്കൊന്നും പോകാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിസരവാസികൾക്കൊക്കെ ഈ പ്രതിയായ കിരണിനോട് ഉള്ള ഒരു ദേഷ്യമാണ് അല്പസമയം മുമ്പ് അവർ ഇവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും പോലീസ് തെളിവെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കിരണിന്റെ വീട്ടിലുള്ളവരെയും ഒപ്പം തന്നെ കിരണിന്റെ അമ്മയടക്കമുള്ള ആളുകളെയും പോലീസ് അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്തായാലും അസ്വാഭാവിക മരണമായി എഴുതിത്തള്ളിയ ഒരു മരണമാണ്. അയൽവാസി കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു കൃത്യതയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. വിഷ്ണു. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.